നമുക്കിപ്പോൾ സേവാഭാരതി ക്യാമ്പിലേക്ക് ഒന്ന് പോകാം. അവിടെ അരുൺ കൊടുങ്ങൂരും സോണലും ചേരുന്നുണ്ട്. അരുൺ, 8ാം പക്കം, അതുപോലെ തന്നെ സേവാഭാരതി എന്താണ് എന്ന് ഒരുപക്ഷെ പലരും തിരിച്ചറിഞ്ഞ ഒരു വേള. സേവാഭാരതി ഇതാദ്യമായിട്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോ ദുരന്തം മുതൽ പെരുമഴടക്കം പ്രളയമടക്കം പലരും എടുത്തു ചാടാൻ മടിച്ചു നിന്ന ദുരന്ത ഭൂമിയിലേക്ക് ആദ്യം എടുത്തു ചാടിയിരുന്നത് സേവാഭാരതിയാണ്. സേവാഭാരതി PR ചെയ്യാത്തത് കൊണ്ട് മാത്രം ഒരുപക്ഷെ പലരും തിരിച്ചറിയാതെ പോയി. ഇത്തവണ അതെ, ഇത്തവണ എന്തായാലും സേവാഭാരതി എന്താണെന്ന് രാജ്യം മുഴുവൻ അറിഞ്ഞ ഒരു ദുരന്തം കൂടിയാണ്. ആ ക്യാമ്പിലാണ് അരുൺ നിൽക്കുന്നത്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇനി ഒരു ഭാഗത്ത് ഈ ദുരന്തത്തിൻ്റെ നിഴൽ, കരിനിഴൽ കഴിഞ്ഞ ദിവസവും അരുൺ വിവരിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. മറുഭാഗത്ത് ഇനി അതിജീവനത്തിൻ്റെയാണ് കാര്യം. എക്കാലവും ദുരന്തത്തിൻ്റെ ഈ ഒരു വിഷമം പേറി ഈ ആകെ തകർന്ന് മുന്നോട്ട് പോകാനാവില്ല. മുന്നോട്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാളം കണ്ടു തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇനി പുനരധിവാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നാളുകളാണ്. അതിന് എന്ത് നടപടികൾ, അത് സംബന്ധിച്ച സൂചനകൾ എന്തെങ്കിലും ഒക്കെ നമുക്കിന്ന് നൽകാനാകുമോ അരുൺ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസവും ഇപ്പം 8 ദിവസമാകുന്നു ഈ ഒരു വലിയ ദുരന്തം ഈ നാടിനെ ഒന്നാകെ വിഴുങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകുന്നു. ആ ദുഃഖത്തിൽ നിന്നും ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ഒന്നും തന്നെ ഈ നാട് ഇതുവരെ മുക്തമായിട്ടില്ല. അത്രയേറെ ഇവരുടെ മനസ്സിൽ, അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ വലിയൊരു മുറിവുകൾ സമ്മാനിച്ച ഒരു മഹാദുരന്തം തന്നെയാണ്. ഇതിനെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ സന്നദ്ധ പ്രവർത്തകരുടെ ഈ ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിക്കൊണ്ട് തോളോട് ചേർന്ന് നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെ ഇവിടെ നടക്കുന്നു. അതുതന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ കാഴ്ചയെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. അത്ര വലിയ രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നു. എല്ലാവരും ഇവിടെ ബന്ധുക്കളാണ്. എല്ലാവരും ഇവിടെ സ്നേഹത്തോടെ ഉറ്റവരെ ആയി കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവർക്കും താങ്ങായി തണലായി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് എത്രത്തോളം നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനാകും എന്നുള്ള കാര്യത്തിലേക്ക് പറയാൻ പറ്റില്ല. എന്നാലും സോണൽ കൃഷ്ണ കൂടി നമുക്ക് ഒപ്പമുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ചിതാഗ്നി തന്നെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ. അതായത് ദുരന്ത മുഖത്ത് പകച്ചു നിൽക്കുമ്പോൾ ഉറ്റവരില്ലാത്ത, ഉടയവരില്ലാത്ത ഭൗതിക ദേഹങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരുടെ വിലാപങ്ങൾക്ക് നടുവിലൂടെ ഇവിടെ ഒരുപാട് ഭൗതിക ദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമല്ലായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ആദ്യ ദിവസം തന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഈ ദഹിപ്പിക്കുന്ന, സംസ്കരിക്കുന്ന കേന്ദ്രത്തിലാണ് സേവാഭാരതിയുടെ. എന്നാൽ നമ്മളിവിടെ എത്തിയപ്പോൾ ഹൃദയം തകരുന്ന കാഴ്ചകളാണ്. കാരണം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അവരെ സംസ്കാര ചടങ്ങുകൾക്കായി എത്തുന്ന ഒരുപാട് മനുഷ്യർ, അവരുടെ വേദന കാണുമ്പോൾ നമ്മുടെ ഉള്ളും പിടയ്ക്കുന്നൊരു സാഹചര്യം. നമ്മുടെ ക്യാമറാമാൻ വിപിൻ ചേട്ടൻ കരഞ്ഞുകൊണ്ട് വിഷ്വലെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. കാരണം അദ്ദേഹത്തിന് സങ്കടം താങ്ങാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ലൈവൊക്കെ ചെയ്തിരുന്നത്. അത്തരം ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു വിഷയം. അതിൽ പ്രധാനമായി പറയേണ്ടത് ചിതാഗ്നി തന്നെയാണ്. കാരണം ആ ഒരു സേവന പ്രവർത്തനം അവരെ ദഹിപ്പിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നാമം ചൊല്ലാൻ വരെ കഴിഞ്ഞിട്ടില്ല, ശബ്ദമിടറി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന്. കാരണം നമ്മളെ ബന്ധുക്കളെ പോലെ അവരെ കണ്ട് അവർക്ക് വേണ്ട കർമ്മങ്ങളും ഹൈന്ദവാചാര പ്രകാരം കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുത്ത് അപ്പോഴും ഇവരുടെ ഉള്ളിൽ വേദനയാണ്. കാരണം ഇനിയൊരു മൃതദേഹം പോലും ഇങ്ങോട്ടേക്ക് വരരുതേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഇവർ നിൽക്കുന്നത്. കാരണം നെഞ്ച് തകർന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരു ചിതയിൽ ഒരു അമ്മ കിടക്കുന്നു, മറു ചിതയിൽ ഒരു അച്ഛൻ കിടക്കുന്നു. ആ കുട്ടി ആ 2 ചിതയും കത്തിത്തീരുന്നത് വരെ കസാരയിൽ അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച, അത് കണ്ട് ആ ദഹിപ്പിക്കുന്ന ആളുകൾ തന്നെ കണ്ണു നിറഞ്ഞ് കരഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റി. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടമായി നിൽക്കുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ അതിജീവനത്തിനൊരു വലിയ പോരാട്ടം തന്നെ ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഈ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ സേവാഭാരതി അടക്കമുള്ള സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ പ്രയോറിറ്റിയായി അല്ലെങ്കിൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അടുത്ത ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്
സമഗ്ര പദ്ധതിയിലേക്ക് സേവാഭാരതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും തണലേകാനുള്ള സമഗ്രമായ ഒരു പദ്ധതി കഴിഞ്ഞ ദിവസം ദേശീയ സേവാഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ദിവസങ്ങളിൽ അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത്? നമ്മൾ വരും സമയങ്ങളിൽ സേവാഭാരതി രണ്ട് തരത്തിലാണ് ഈ പ്രവർത്തനത്തെ നമ്മൾ കാണുന്നത്. ഒന്ന്, ദുരന്തമുഖത്ത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട സേവനങ്ങൾ ചെയ്യുക. അത് ഏതാണ്ട് ഒരു 80% നമ്മുടെ ഭാഗത്തു നിന്ന് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു പാർട്ടാണ് നമുക്ക് അവരുടെ ഒരു പുനരധിവാസം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ആ പുനരധിവാസത്തിന് വേണ്ടി ആർക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഡാറ്റ കളക്ഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി ഈ ദുരന്തം നടന്ന അതേ സമയത്ത് തന്നെ കൃത്യമായ രീതിയിലൊരു ടീമിനെ നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്നു. അതുപ്രകാരം നമ്മൾ ആ ടീം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവരുമായി ഇന്നലെ മുതൽ ചില ഡിസ്കഷനുകളൊന്നും നടത്തി. ഒപ്പം തന്നെ ദേശീയ സേവാഭാരതി കേരളത്തിൻ്റെ സംസ്ഥാന ഘടകം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ അടങ്ങുന്ന ആ ടീം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് അവരുടെ നഷ്ടപ്പെട്ടു പോയ ഭൂമി സുരക്ഷിതമായ സ്ഥലത്ത് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും ഒപ്പം തന്നെ അവർക്ക് ആ വീട് എന്ന് പറയുന്ന അവരുടെ ആ ഒരു വലിയ സങ്കല്പം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാനും ഒപ്പം ആ കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന അവരുടെ ആരോഗ്യപരമായതും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളും അവർക്ക് ശുദ്ധജലം കിട്ടുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ ഇതിനൊക്കെ പുറമെ അവർക്കൊരു പ്രതീക്ഷയുടെ നാളുകൾ നമുക്ക് നൽകി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സെൻ്ററുകൾ, പുനർജനി എന്നാണ് നമ്മൾ പറയുന്നത്. ആ പുനർജനി സംവിധാനത്തെയും നമ്മളിവിടെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് ഇന്നലെ ലാസ്റ്റായിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്. ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, സമഗ്രമായ ഈ നാടിൻ്റെ പ്രകൃതി സുന്ദരമായ അല്ലെങ്കിൽ പ്രകൃതി കനിഞ്ഞു അനുഗ്രഹിച്ച ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും പേറിയ ഒരു നാടായിരുന്നു. പക്ഷേ ആ നാട് ഒന്നാകെ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ചെളിയും കല്ലുകളും മാത്രം നിറഞ്ഞ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. കണ്ണീർ കടലായി മാറിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ നാടൊന്നാകെ മാറുകയാണ്. എന്തായാലും സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ സേവാഭാരതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി.